ഹലോ, അസ്സലാമു അലൈക്കും. ഒഴിച്ചുകറികളൊന്നുമില്ലാണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ചോറ് കഴിക്കാൻ പറ്റിയ രണ്ട് നല്ല റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ചക്കക്കുരു വരട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതാ ചക്കക്കുരു കുറച്ചധികം തന്നെ എടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം കാണുന്ന ഈ വൈറ്റ് ലെയർ ഒന്ന് കൈവച്ച് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടൊന്ന് കളയാം. അതിനുശേഷം മറ്റേ പോർഷൻ ഇങ്ങനെ ചുരണ്ടിയെടുത്ത് കളഞ്ഞാൽ മതി. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വെയിലത്ത് വെച്ച് നല്ല പോലെ ഉണങ്ങിയത് കൊണ്ട് തന്നെ വേഗം തന്നെ ഇത് പീൽ ചെയ്ത് കളയാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു പോർഷൻ ഫുള്ളായിട്ട് ചുരണ്ടി കളയേണ്ട ആവശ്യമില്ല, കുറച്ച് മാത്രം കളഞ്ഞാൽ മതി. ഈ ചക്കക്കുരുവിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാവരും വീട്ടിൽ ഇതുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി വീഡിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതൊന്ന് സെൻറ്ററിലേക്ക് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. എല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കേണ്ടത്. ഒരു 4-5 പ്രാവശ്യം വാഷ് ചെയ്താൽ തന്നെ ഇത് നല്ലപോലെ ക്ലീനായി കിട്ടും. അപ്പോൾ അതാ ഒരു കുക്കർ എടുത്തിട്ട്, ഇതിപ്പോൾ ഞാനൊരു കുക്കറിലാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചട്ടിയിലും ചെയ്യാം. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ വിസിൽ വന്നിട്ട് വേഗം തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ഇതാ കുക്കർ എടുത്തിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് ചക്കക്കുരു മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതിതുപോലെ സെൻറ്ററിലേക്ക് കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് മഞ്ഞൾ പൊടിയാണ്. അതൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ റെസിപ്പിക്ക് അധികം മസാല പൗഡേഴ്സ് ഒന്നും വേണ്ട, വെറും മഞ്ഞൾപ്പൊടി മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. കുക്കറിലായതുകൊണ്ട് തന്നെ നമുക്ക് ഈ കറി പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടും. ഇനി ഇതൊന്ന് അടച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇതിന് ഒരു വെറും 4 വിസിൽ കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് വറവിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വന്നാൽ ഒരു ഫുള്ളായിട്ടുള്ള വെളുത്തുള്ളിയും കൂടി ഇട്ട് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇതിൻ്റെ കൂടെ തന്നെ ഒരു വാഴക്കൂമ്പിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു വലിയ വാഴക്കൂമ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് വേണം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാൻ. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെള്ളത്തിൽ നിന്ന് തന്നെ എടുത്തിട്ട് 2-3 പ്രാവശ്യം ആക്കിയിട്ട് ഇങ്ങനെ കഴുകിയെടുക്കണം. എന്നിട്ടിതാ നമ്മൾ നേരത്തെ ചക്കക്കുരു വെച്ച് അതേ പാത്രത്തിൽ തന്നെ നമ്മൾ ഇതൊന്ന് വറവിട്ടെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കടുകിന് പകരം അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അരി പൊട്ടി വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിന് പകരം വറ്റൽമുളകും യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് ഒരു വലിയൊരു വെളുത്തുള്ളിയാണ്. അത് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കഴുകിയെടുത്ത ഈ വാഴക്കൂമ്പിനെ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേ സമയമൊന്നും വേണ്ട, ഒരു 2 മിനിറ്റ് വരെ അടച്ച് വെച്ചാൽ മതി. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. വറവിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ല, അതിൽ തന്നെ വെള്ളമുണ്ട്. അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാ ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ വെള്ളം വറ്റി വരുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഇതാ വെള്ളമൊക്കെ വറ്റി നമ്മളെ വറവ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കറികളെല്ലാം വെച്ച് നമുക്കിതൊന്ന് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ചക്കക്കുരു വരട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചക്കക്കുരു വരട്ട് കുട്ടികൾക്ക് വരെ നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ വാഴക്കൂമ്പ് വറവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഹോം മെയ്ഡായിട്ടുള്ള മാങ്ങ ഉപ്പിലിട്ടതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ടും കൂടി ചെയ്യുക.